അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ 6 നോമ്പ് തുറയും കഴിഞ്ഞിട്ട് 7ാമത്തെ നോമ്പിലോട്ട് നമ്മൾ വന്നേക്കുവാണ് അല്ലേ. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ഷീണം കൂടി വരുന്നുണ്ട്. ഇത്രയും ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് നോമ്പിൻ്റെ അന്നൊക്കെ ചെവിയിൽ നിന്നൊക്കെ ഇങ്ങനെ പുകയൊക്കെ പോണ പോലെ ഫീൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ. അപ്പോൾ രാവിലെ പതിവ് പോലെ എണിച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് മുറ്റത്തൊക്കെ ഇങ്ങനെ നിന്നു. കൊയ്യാക്കതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. കുറേ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കറിവേപ്പിലൊക്കെ പോയി വലിച്ചിട്ട് വന്നു. മക്കൾ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ടും റെഡി ആയിട്ട് അവർ പോയ ശേഷം ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. ഇന്ന് അത്താഴത്തിന് ഉസ്താദന്മാർക്ക് ഫുഡ് കൊടുക്കേണ്ട ഒരു ദിവസം കൂടിയാട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. രാവിലെ എന്തായാലും നമുക്ക് നേരത്തെ എണിച്ചിട്ട് ആ പണികളൊന്നും നടക്കില്ല. അപ്പോൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ചൂടാക്കി കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ സാമ്പാറും മോരുകറിയും ഉപ്പേരിയും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ റെഡിയാക്കി. പിന്നെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് മസാലയും കൂട്ടി വെച്ചിട്ടുണ്ട്. അത് പിന്നെ രാവിലെ ഫ്രൈ ചെയ്യാം. ബീഫ് ഇതുപോലെ വെള്ളം വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളിൽ വേഗം അടിച്ചു വാരി എടുക്കുകയാണ്. പലരും പല ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ കഫ്താൻ ആ ഡ്രസ്സിൻ്റെ കേട്ടോ. എത്ര കളറുണ്ട്, എന്താണ് റേറ്റ്, ഇങ്ങനെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസർ ഞാൻ ഈ വ്ളോഗിലൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇതാ വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. കുറേ കമൻസ് വന്നിട്ടുണ്ട്. നൈസ് വീഡിയോ. മണ്ണാർക്കാടുള്ള ഒരുപാട് പേര് നമ്മളോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂപ്പർ വീഡിയോ സൂപ്പർ മാഷാഅല്ലാ. ജിനീട്ട കഫ്താനിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ട്. 2395 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ ക്ലോത്ത് അടിപൊളിയാണ് കേട്ടോ. ശരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടാവും, കഫ്താൻ ലവേഴ്സിന് കേട്ടോ. ഞാനൊരു കഫ്താൻ ലവറാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു ഇട്ടപ്പം. അപ്പോൾ വേണ്ടവർ എന്തായാലും നമ്മുടെ കഹാനിയുടെ പേജിലോട്ടൊന്ന് DM ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഡ്രസ്സ് കഫ്താനുണ്ടോ? ഞാൻ ചെയ്തിരിക്കുന്ന പോലത്തെ കഫ്താനുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. 4-5 കളേഴ്സ് ഉണ്ട്. ഞാനത് ഇതിൽ കാണിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാ തേങ്ങ പൊളിച്ച് അവിടെ നിന്ന് അടിച്ചു വാരിയെടുത്തു. നമ്മൾ ഈ 2 ടൈപ്പാണ് കേട്ടോ. ഒന്ന് വരുന്നത് നമ്മുടെ ഇവിടെ 4-5 കളേഴ്സ് ഞാൻ അവിടെ കാണിക്കാം കേട്ടോ, ഫോട്ടോസ്. അപ്പോൾ അതിലേതെങ്കിലും ഇഷ്ടമായിച്ചോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അയച്ചു തന്നാൽ മതി. ഇതുപോലത്തെ ഒരു കളറാണ്. പിന്നെ ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ ഒന്ന് വരുന്നത്. പിന്നെ പീക്കോക്ക് കളറ്. അത് കഴിഞ്ഞിട്ടൊരു ബദാമിൻ്റെ ഒക്കെ കളർന്ന് വേണമെങ്കിൽ പറയാമല്ലേ. പിന്നെ ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ മറ്റേ കളറാണ് ഇത് വെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം അടിപൊളി, ഭയങ്കര ഒരു ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കളേഴ്സും ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെന്താണ്, നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ കഹാനിയിൽ വരാം, നമ്മുടെ വീട് ചുങ്കം, കോട്ടൺ ബിറ്റുകൾ എന്താ റേറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം കഹാനിയിലോട്ട് വരൂ, എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ സെറ്റാക്കാം കേട്ടോ. കുറേ പേര് മണ്ണാർക്കാടാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും മോരുകറി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. രാവിലെ വേഗത ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ അതേപോലെ പച്ചമുളകും കറിവേപ്പിലേക്ക് ഒന്ന് എടുത്തു. തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം. അതിന് മുമ്പ് തേങ്ങ വേണമല്ലോ. തേങ്ങ പൊളിച്ചിട്ട് ഞാൻ കൊത്തി എടുക്കുക ചെയ്യണത്. പണ്ടത്തെ പോലെ ചിരവാൻ ഭയങ്കര മടിയാട്ടോ. നിങ്ങൾക്കുണ്ടോ? ഇങ്ങനെ ഈസി ആയപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പം നല്ല മോരുകറിയും പയറുപ്പേരിയും ബീഫും ചോറും, അതിൻ്റെ ഒരു കോമ്പിനേഷൻ വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ഇല്ലല്ലോ. ഈ മോരുകറി ഉണ്ടാക്കാൻ ഒരു 4-5 ചെറിയുള്ളിയും 2 പച്ചമുളകും 1 മുറി തേങ്ങ, 1/2 സ്പൂണ് ചെറിയ ജീരകം, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഞാനിതിലോട്ട് 2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തൈര് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി ഉള്ളതും ഇല്ലാത്തതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരണം കേട്ടോ. പിന്നെ കടുകും ജീരകവും ഉലുവി ഇട്ടിട്ടൊന്ന് താളിച്ച ശേഷം ഇതിലോട്ട് കറിവേപ്പിലയും വറ്റൻമുളകും പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ എരിവ് കിട്ടാനാണ് പച്ചമുളകും ചേർത്തത്. ഇതൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലോട്ട് മിക്സിയുടെ ജാറിൽ അരച്ച നമ്മുടെ അരപ്പും കൂടെ ചേർത്തി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒരു വിധം തിളപ്പിച്ച് എടുത്താൽ മതി. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് ഇതൊന്ന് തിളക്കി കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിരിഞ്ഞു പോകാണ്ടിരിക്കാനേ
ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അവിടെ ഭയങ്കര സൗണ്ട് അല്ലേ, പിള്ളേർ വാതിലടക്കണതിൻ്റെ സൗണ്ടാണിത്. പിന്നെ ഞാൻ പയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇനി പയറുപ്പേരിയും കൂടെ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ പകുതി പണി കുറഞ്ഞ ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. എന്നാലും നോമ്പിന് കുറച്ച് ഹെവി തന്നെയാണ് അല്ലേ, പകലും പണി രാത്രിയും പണി എന്നുള്ള ഒരു രീതിയിലാണ് അല്ലേ നോമ്പ് സമയങ്ങളിൽ. ഇത് എഗ്രി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതായത് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ അത് അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി നമ്മുടെ പയറും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 kg മൊത്തം എടുത്തു കേട്ടോ നമ്മൾ. പിന്നെ ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനി ആവിയിൽ പതുക്കെ പതുക്കെ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി, അടച്ച് വെച്ചിട്ട് പതുക്കെ പതുക്കെ. അപ്പം ഇതിൻ്റെ ഒരു രൂപം ഇങ്ങനെ ആയിട്ടുണ്ട്, ഇങ്ങനെ വരണം. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. കുറേ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണേക്കാട്ടിലും നല്ലതാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ തന്തൂരി മസാല, പിന്നെ സോയാ സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഡ്രൈ മാംഗോ പൗഡർ ഇച്ചിരി, പിന്നെ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കസൂരി മേത്തി, ഇനിയിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടോ അല്ലേ ഇതിൽ, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാന്ന് പറയും പലരും. ഇനി ഇതാ കുറച്ച് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഷെസ്വാൻ സോസും ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി. ഇത് ഷാലോ ഫ്രൈ ചെയ്യുമ്പോഴാട്ടോ ഈ ചിക്കൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് കുറച്ച് വലിയ പീസുകളാണ്, അതും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കുക, രാത്രി എടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം അല്ലേ. പിന്നെ നമ്മൾ മട്ടൻ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫില്ലിങ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാണാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ. ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് വഴണ്ട് വരണ്ട. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, മുളക് പൊടി 1/2 സ്പൂൺ, ഗരം മസാല 1/4 സ്പൂൺ, മല്ലിപ്പൊടി 1/4 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ കേട്ടോ. ഇനി നമ്മുടെ കൊത്തിറച്ചി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മട്ടൻ ആയതുകൊണ്ട് വേവ് എന്ന് പലരും ഡൗട്ട് അടിക്കുന്നുണ്ടാവും, പക്ഷെ സൂപ്പറായിട്ട് വേവ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്, ഇങ്ങനെ കൊത്തി കൊത്തി മേടിച്ചാൽ. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി സ്ക്രാമ്പിൾ പോലെ ആക്കിയെടുക്കണം കേട്ടോ. പിന്നെ സോസുകളായിട്ട് ഞാനിവിടെ എന്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതെന്നറിയോ, ഇവിടെ എന്തോ ഒരു ഗാർലിക് ചില്ലി സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ മല്ലിയിലയും കറിവേപ്പില കൊത്തിയരിഞ്ഞത്, ക്യാപ്സിക്കം റെഡും ഗ്രീനും അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ആക്കുക. ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുത്താൽ മട്ടൻ്റെ കിക്ക് ഉണ്ടാവില്ല കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഫില്ലിങ് എന്താണ് നമുക്കിപ്പോൾ വേണ്ട. അതൊന്നുകൂടെ ഒന്ന് വെള്ളം വറ്റി വന്ന ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞാൻ വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുത്തിട്ട് പാലിന് പറഞ്ഞേക്കണം പിള്ളേർ. നോമ്പ് വെക്കി എൻ്റെ വോയിസിന് ക്ഷീണം അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുത്തു. ഞാൻ വേഗം പോയി പാൽപാത്രം എടുത്തിട്ട് വന്നു. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കണം. പാല് മേടിച്ചിട്ട് വാ എന്നും പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കഞ്ഞി മേടിക്കണം. സാധാരണ പാൽ ഒരാൾ മേടിക്കും, കഞ്ഞി ഒരാൾ മേടിക്കും, അങ്ങനെ ചെയ്യുക. പക്ഷെ ഇപ്പം ആൺകുട്ടിക്ക് ട്യൂഷനുള്ള കാരണം രണ്ടും റിഹാൻ്റെ തലയിലാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ എന്താ പറയുക, പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കുമ്പോഴത്തേന് അത് കുറച്ച് ഭാഗം കേട് വന്നിട്ടുണ്ടായിരുന്നു, ചൂട് കാരണം തോന്നുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ പിന്നെ തൊലി കംപ്ലീറ്റ് ചെത്തിയെടുത്തിട്ട് മുറിച്ചെടുക്കും. ഞാൻ മുള്ളിൻ്റെ അതിൽ കൂടെ ഇത്തിരി ആഴത്തിൽ കട്ട് ചെയ്തെടുക്കും കേട്ടോ, അല്ലാണ്ട് ഇരുന്ന ഒരു സുഖം ഉണ്ടാവില്ല, അങ്ങനെ മുള്ളു കുത്തണ പോലെ ഉണ്ടാവും. പണ്ട് ഞാൻ കഴിക്കാത്തൊരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇതായിരുന്നു, പേടിയായിരുന്നു ഇത് കഴിക്കാൻ. അതിൻ്റെ മുള്ള് തൊണ്ടയിൽ കുടുങ്ങുമോ അങ്ങനെയുള്ളൊരു പേടി ഉണ്ടാവില്ലേ, അത്. ഈ മൂക്ക് കഴിച്ചാൽ ചൊറിയോ അങ്ങനെയൊക്കെ, ഇതിന് മൂക്ക് എന്നാ പറയാ. പക്ഷെ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് കഴിക്കാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വത്തക്ക മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തണ്ണിമത്തൻ, വത്തക്ക, തണ്ണിമത്തൻ, പിന്നെന്താ പറയാ, കുമ്മട്ടിക്ക, ചക്കരമത്തൻ, പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ പേരിച്ച, വാട്ടർമെലോൺ. ഇതല്ലാണ്ട് എന്താ പേരിച്ച നിങ്ങളൊന്ന് പറയാ. വത്തക്ക എന്നും പറയും, വത്തക്ക.
പിന്നെ അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും അപൂർവമായിട്ടുള്ള പേരുണ്ടെങ്കിൽ എന്തായാലും പറയാ. അപ്പോൾ തണ്ണിമത്തന്നെ ഇതുപോലെ മുറിച്ചിട്ട് ഞാൻ ഈ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ സമൂസ ഒന്ന് ചുറ്റിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞാൻ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സമൂസ തന്നെയാണ് തോന്നുന്നു മെയിനായിട്ടുള്ള. ഇനി ഒന്ന് മാറ്റി പിടിക്കണം, കുറേ ദിവസമായില്ലേ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീനെ കൊണ്ടുവരാം കേട്ടോ, റെസിപ്പിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളിതാ മട്ടൻ സമൂസ തന്നെയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. നമ്മുടെ ഫില്ലിങ് ഒരു 2 ദിവസത്തിനൊക്കെ വരും കേട്ടോ. അപ്പോൾ വേഗം ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം, അതുപോലെ കഞ്ഞി, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വെച്ചു, പൈനാപ്പിളും മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ, അതൊക്കെ. അതിൻ്റെ ഇടയിൽ അയൻകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോയി നോമ്പ് തുറന്നിട്ട് വരാൻ പറഞ്ഞിട്ട് പള്ളിയിലോട്ട് പറഞ്ഞു വിട്ടു. ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ നോമ്പ് തുറക്കുന്നതാണോ നല്ലത്, വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറക്കുന്നതാണ് നല്ലത്? പല റീലുകൾ കാണുമ്പോൾ നമുക്കിങ്ങനെ ഡൗട്ടായിപ്പോവും. ചില ആൾക്കാർ വീട്ടിൽ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ ഇരുന്ന് നോമ്പ് തുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ മോനൊക്കെ പള്ളിയിൽ പറഞ്ഞു വിടുന്നത്, റിഹാനൊന്നും അങ്ങനെ പുറത്ത് പോണ ഒരു ക്യാരക്ടറല്ല. അപ്പോൾ ഈ സമയത്തെങ്കിലും 4 ആളെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു വിടുന്നതാണ് കേട്ടോ. ആൻകുട്ടിക്ക് പിന്നെയും അറിയാം ആൾക്കാരിനൊക്കെ, ഇവനക്ക് ഭയങ്കര കുറവാണ്. പിന്നെ നമ്മൾ ചിക്കൻ നഗറ്റ്സ്, സമൂസ, ഇതെല്ലാം ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ, ബാങ്ക് കൊടുക്കാൻ സമയമായി. ഇനിയിരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് നല്ല ടയേർഡായിട്ടുണ്ട്. അതാണ് മൊത്തത്തിൽ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഭയങ്കര ടയേർഡായി. നെക്സ്റ്റ് എന്താണ്, രാത്രി തന്നെ ഉള്ളൂ. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ്. നോമ്പ് എവിടെ എത്തിയിട്ടില്ല അല്ലേ അപ്പത്തിന്. ഒന്നാമത് ചൂട് കാരണമാണ്, അല്ലാണ്ട് നോമ്പൊരു പ്രയാസമൊന്നും അല്ല. പട്ടിണി കിടക്കൽ, വിശപ്പൊന്നും നമുക്ക് അങ്ങനെ അറിയൊന്നുമില്ലല്ലോ. ദാഹം തന്നെയാണ് മെയിൻ പ്രശ്നമല്ലേ. എന്നാലും അത് ലാസ്റ്റ് ആകുമ്പോൾ, രാവിലെ എണിച്ച ഉടനെ ഒരു വൈകുന്നേരം 5-5:30 വരെയൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തലകറക്കവും ഒരു എന്താ പറയുക, എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഫീലാവും. അങ്ങനെ ഞാൻ വേഗം വെള്ളവും കഞ്ഞിയും അതുപോലെ സർബത്തും ഒക്കെ. ഇന്ന് ഞാനൊരു മണ്ടത്തരം ചെയ്തു. എന്താണെന്നറിയോ, ഞാൻ സാധാരണ സർബത്ത് ഉണ്ടാക്കുമ്പോൾ സർബത്തും കുറച്ച് പഞ്ചസാരയും വെള്ളവും ആക്കിയിട്ട് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കും, അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടോ. പക്ഷെ ഞാൻ ഇന്നതിൽ അത് കൊണ്ടുവന്നിട്ട് തിരിച്ച് എടുക്കുമ്പോൾ നാരങ്ങ അപ്പോഴേ പിഴിയുള്ളൂ, അല്ലെങ്കിൽ കയക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നുണ്ടല്ലോ ഞാൻ നാരങ്ങയെ പിഴിയാൻ മറന്നു. എല്ലാവരും കുടിച്ചത് വെറും മധുരട്ടോ വെള്ളം കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ കുടിച്ചപ്പോഴാണ് എനിക്ക് അയ്യോ ഇതെന്താ ഇത്, ഒരു പുളിയോ ഒന്നും എഫക്റ്റ് ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നു, ഞാനും ഉമ്മയൊക്കെ ഇരുന്ന്. ഇനി പിള്ളേർ വരുമ്പോൾ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജും FBയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കഹാനിയുടെ പേജ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ബസ്സുകൾ ഈ സമയം തന്നെ ഉണ്ടാവും. ബസ്സുകൾ എങ്ങനെയായിരിക്കും അറിയോ, വാളയാർന്ന് ഇതുവരെ കുട്ടിക്കാട് വരെ, പിന്നെ തിരിച്ച് പാലക്കാട് നിന്ന് ആ പുശ്ശേരിന്റെ ഒരു സ്റ്റോപ്പ് കോളേജ്